ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഗൗരി ആർട്സ് ആൻഡ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണിച്ച ഫിഷിംഗ് ബ്ലോഗിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാനാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുക. ഒരാൾ പുറകിന് വരുന്നത് മീൻ പിടുത്തം കഴിഞ്ഞ് വരികയാണ്. എല്ലാം ചൂണ്ടക്കാരാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ ഒരു ഫിഷിംഗ് മേധാവി. മീനൊക്കെ ഉണ്ട്. അവന് കിട്ടിയ മീനാണിത്. കഴിച്ചുകൊണ്ട് ഇടിയിലൊക്കെ ഉള്ളൂ. വല വീശാനൊന്നും പറ്റില്ല, അതുപോലെ എറിയാനും പറ്റില്ല. കഴിച്ചുകൊണ്ട് ഇടിയില ചെറിയ തോട ഇത്. പാടം കണ്ടില്ലേ? ഇവിടെയൊക്കെ പണ്ട് കൃഷിയുള്ള സ്ഥലങ്ങളായിരുന്നു. ഇത് പാടമാണ്. അതെല്ലാം വരമ്പ് പിടിച്ച് ഇവിടെ എല്ലാം കൃഷിയുള്ള സ്ഥലങ്ങളായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം മടന്ത ചേമ്പ് പിടിച്ച് കാടായി കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ അതിനകങ്ങളിൽ മീൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരികെ പോകാനുള്ള പ്ലാനിലാണ്. എൻ്റെ സുഹൃത്ത് മുന്നിൽ പോയി കുട എല്ലാ സാധനവുമായിട്ട് വേണം വരെ. മഴ പെയ്താൽ മഴയുണ്ടായിരുന്നു, ചാർപ്പ മഴയായിരുന്നു. നമുക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം മീനൊക്കെ കാണാം. മഴയൊക്കെ കഴിഞ്ഞ് ഇവിടെ ചെറിയ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് നമുക്ക് വീട്ടിൽ ചെന്ന് മീനൊക്കെ എടുത്ത് നോക്കാം. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ മീന്. വരാലും കാരിയും കല്ലേമുട്ടിയും എല്ലാം ഉണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ നാട്ടിൻപുറത്തെ ചീനവല. ഈ കൊച്ചു തോടിനുള്ളിൽ ഇതിനകത്തോട്ട് ഇടാൻ എൻ്റെ ചേട്ടൻ്റെ മക്കളും എല്ലാവരും കൂടെ ഉണ്ടാക്കിയതാണ്. ഇവിടെ എല്ലാം കിളി ചേക്കേറി കൊണ്ടിരിക്കുന്നു. സന്ധ്യ സമയമാണ്, 6 മണി ഒക്കെ ആയി. സന്ധ്യ സമയത്താണ് ഞങ്ങൾ ചൂണ്ടയിടാൻ വരുന്നത്. ആ സമയത്ത് കൂടുതലും കാരി, അങ്ങനെ ബ്ലാഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടും. ചിലയിടത്ത് ബ്ലാഞ്ചിലിന് വേറെ എന്തോ പേരാണ് പറയുന്നത്. ഇത് ഒരു ഒട്ടലൊക്കെ വെച്ചുണ്ടാക്കിയതാണ്. അതായത് ഈറ വെച്ച് ഉണ്ടാക്കിയ ചീനവലയാണ്. അടുത്ത് വരുന്ന കമുകിലാണ് ഇതിൻ്റെ സെറ്റപ്പല്ല. ആ കമ്പ് ഒടിഞ്ഞു പോയി. മേളിൽ കപ്പിയിലായിരുന്നു. കപ്പിയൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അത് ആ കമ്പൊടിഞ്ഞ് പോയതുകൊണ്ടാണ് ഇപ്പോൾ അവരൊക്കെ കരക്ക് കയറ്റി വെച്ചിരിക്കുന്നത്. കുറച്ച് മീനൊക്കെ കിട്ടിയതാണ് ഇതിൻ്റെ ആകെ ചിലവ്. ഇവർക്ക് ചിലവായത് 250-300 രൂപയ്ക്ക് താഴെയാണ്. പിന്നെ ഉണ്ടാക്കിയ സമയത്തെ ചിലവ് അതേ ഉള്ളൂ. എൻ്റെ സെറ്റപ്പല്ലേ. ഇപ്പോൾ അത് ആ കമ്പൊടിഞ്ഞ് പോയതുകൊണ്ട് അവർ കരക്ക് കയറ്റി വെച്ചിരിക്കുക. മീൻ കിട്ടിയത് ഇതിനുള്ളിൽ ഇടാൻ. ഇത് കൂടി വന്നു കഴിഞ്ഞാൽ 10 അടി പോലും ഇല്ല തോടിൻ്റെ വീതി. അത് നിറഞ്ഞു വയ്ക്കും. ഇതാണ് നാട്ടിൻപുറത്തെ ചീനവല.
അതുകൊണ്ട് നിങ്ങൾ പുറകിലായിട്ട് കാണുന്നതാണ് പമ്പ ഇറിഗേഷൻ വകുപ്പിൻ്റെ കനാലിൻ്റെ ഒരു ചെറിയ കൈവഴിയാണ്. അതിൻ്റെ വലിയ കൈവഴി ഞാൻ പിന്നീട് ഞാൻ കാണിച്ചു തരാം. കൈവഴിയല്ല, വലിയ കനാൽ, ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ കനാൽ. അതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, ഞാൻ കാണിച്ചു തരാം പിന്നീട്.